ഹായ് ഹലോ വെൽക്കം ടു ന്യൂ വ്ളോഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനിപ്പോൾ ചായ കുടിക്കുകയാണ്. കടല പിന്നെ ഒരു പഴമുണ്ട്, പിന്നെ ചായ ഉണ്ട് അടുപ്പത്താണ്. അപ്പം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, കാസ്ലിയുണ്ട്. കാണിച്ചാൽ കാസ്ലി ഓക്കെ. പിന്നെ കാസ്ലി ആണെങ്കിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല. അല്ലെങ്കിൽ കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ. അങ്ങനെ പോയി അല്ല കാസു. നമ്മൾ ചായ റെഡി. പിന്നെ ചായ കുടിക്കുമ്പോൾ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഫോൺ നോക്കാം. ഇൻസ്റ്റാഗ്രാം കയറിയാൽ അതിൽ ഇരുന്ന് വീഡിയോസൊക്കെ കണ്ടിട്ടിരിക്കും. ജിമിൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. വീക്കുട്ടൻ സ്ക്രീൻഷോട്ട്. ഗൈസ്, സദാജി വർക്ക് തുടങ്ങിയല്ലേ? യെസ്. അപ്പം നമ്മളെ സ്ഥലം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഗൈസ്, നമ്മൾ സ്ഥിരം സ്ഥലത്തിരുന്നു. സദാജി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു. നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കണ്ട. യെസ്, സദാജി ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ്. പിന്നെ ഞാനിന്ന് നേരത്തെ എണീറ്റു, 5 മണിക്ക് എണീറ്റു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം 11:15 ഉറക്കം വന്നിട്ട് വയ്യ. എന്നാലും സഹിച്ചിരിക്കാം. 2-3 ദിവസം കഴിഞ്ഞാൽ അത് മാറിക്കോളും. പിന്നെ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കുകയാണ്. ഏച്ചിനെ കാത്ത് നിൽക്കുകയാണ്. ഏച്ചിനെ വരും. രാവിലെ എണീറ്റു, വാഷ് ചെയ്തു, മുറ്റൊക്കെ അടിച്ച് വാരി, എല്ലാ പരിപാടികളും 8 മണീൻ്റെ ഉള്ളിലേ തീർത്തു. അവിടെ വിളിക്കുന്നുണ്ട്. യെസ്, ഐഡു. ആടോ, തൈര് വാങ്ങിക്കേ. ഒരു പാക്കറ്റ് തൈര്. ആ. ആക്ച്വലി ചേച്ചി വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഓട്ടോയിലാണ് വരുന്നത്. അപ്പോൾ വീട്ടിൽ തൈരില്ല. അവിടെ വരുമ്പം തൈര് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അയ്യോ, ഉറക്കം വന്നിട്ട് വയ്യ. ഇവിടെ എന്താ അറിയാം, ഭയങ്കര സൈലൻ്റാണ്. ഞാൻ എന്തെങ്കിലും പറയാച്ച വീട്ടിലാരും ഇങ്ങനെ സംസാരിക്കൊന്നുമില്ല, സൈലൻ്റായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഏച്ചി വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏച്ചി വന്നാലായിരിക്കും ഇവിടെ ഒരു സൗണ്ടൊക്കെ ഉണ്ടോയെന്ന് മനസ്സിലാവും. അതുവരെ സൈലൻ്റ് ആയിരിക്കും. ഹെയർ കളർ ചെയ്ത് നിന്ന് അമ്മ, സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് വയ്യ. പോയി ഉറങ്ങുകയാണെങ്കിൽ ഈ നേരത്തെ ഇന്നും ഉറങ്ങേണ്ടി വരും. അതുകൊണ്ട് സഹിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ തക്കട് വന്നിട്ടുണ്ട്. ഹായ് പറ. ഹായ് അല്ല, ഹായ്. സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ സുന്ദരിക്കുട്ടി. അങ്ങണ്ട തൈര് വേണ്ട. ഇവിടെ ഇരിക്കടോ. മടിയിലിരിക്കടോ. മെയിൻ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ പാക്കറ്റ് തൈര്. എന്താ ചെയ്യാ?
എന്ത് ചെയ്യാ ഇവിടെ വെച്ചത്? പറയാൻ പറ്റില്ല. കീരിപ്പല്ലൊക്കെ എടുത്തിട്ട് കവർ പൊട്ടിക്കും, കടിച്ചു പൊട്ടിക്കും. വെൽക്കം ആയിടോ. കയറി കയറി കയറി. ഇത് കടിച്ച ഓള് പൊട്ടിച്ചിടും. വാവയാണെന്ന് പറയും. ആ തൈര് കാണിച്ചു കൊടുക്ക്. ആ അതെ, ചുണ്ടരിക്കുട്ടിയാണേ, ചുണ്ടരിക്കുട്ടിയാണേ. ഉണ്ട്. എവിടെ പോയി? എവിടെ? ദാ ദാ ദാ. ആ അത് മാമന് കൊണ്ടു കൊടുത്താ? മാമന് കൊണ്ടു കൊടുക്കില്ല. മാമന് കൊണ്ടു കൊടുത്താ? എന്നിട്ട് കഴിക്കാൻ പറയും തൈര്. കൊടുത്തിട്ടാ വാങ്ങിട്ട് തരുന്നത്. ഇവിടെ കൊടുത്തിട്ട് വാങ്ങാൻ പറഞ്ഞില്ലല്ലോടോ ഒരു ഉമ്മരോ. ഞാൻ ഒരു മറ്റേ ഇങ്ങനെ 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 തക്കടു ഇങ്ങനെ. അച്ഛടാ സ്റ്റാൻഡ് പൊട്ടിക്കാം. സ്റ്റാൻഡ് കുറെ നേരായി. അതാരത്? വാവയാണോ? കൊടുക്കാൻ പോയതാ. ഉമ്മടുക്ക്. അതെന്തത്? ഓരോ ഭാവങ്ങൾ. കഴുത്തുളുക്കിപ്പോയി. കഴുത്തുളുക്കിയോ? ഗൈസ്, ഇപ്പം നമ്മൾ പുറത്ത് പോവാണ്. കുറച്ച് നൂല് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തൊരു കളലക്ഷണം. ഞാൻ വീഡിയോ എടുക്കാം. ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. സ്ക്രീനിട്ട് വരൂ, ഫേസ് ഒന്ന് കാണിക്കൂ. കമോൺ എവരിബഡി. കഴിഞ്ഞു ഫേസ് കണ്ട്. പിന്നെ ചായ ഒക്കെ കഴിച്ചിരിക്കുകയാണ്. മൂവി ഉണ്ട് കാണാൻ, ഫോണിൽ ഇട്ടുന്നുണ്ട്. നേര് മൂവി, അതൊന്ന് കാണണം. പോയി വന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ കാണണം. വാട്സപ്പ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്വന്തം ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാം ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. പറയുമ്പോൾ എൻ്റെ ID ഏതേനു? യെസ്, എൻ്റെ പേരാണ് ഇട്ടത്.
ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. പിന്നെ അത് ഫേസ്ബുക്ക്, സോറി ഫേസ്ബുക്ക് അല്ല, ഫേസ്ബുക്ക് പരിസരത്തേ പോകില്ല. വാട്സപ്പിൽ ആരാ മെസ്സേജ് അയച്ചത്? മാർക്ക്, മൈ ബെസ്റ്റി. പിന്നെ യൂസ് ചെയ്യുന്നത് യൂട്യൂബ് യൂസ് ചെയ്യും. ഞാൻ ആക്ച്വലി 3 ആപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ യൂസ് ചെയ്യുന്നത് പിൻട്രസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആപ്പ്. ഒന്നുമില്ല, കുറേ ഇമേജസ് ഉണ്ടാവും, അതൊക്കെ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് മെയിൻ പരിപാടി. നമ്മളെ വീക്കൂട്ടൻ്റെ പുതിയ ഫോട്ടോ എടുക്കുക. ഭയങ്കരം പൊള്ളി ഫോട്ടോ അയക്കുക. അപ്പോൾ ഇതന്നെ പരിപാടി. ആക്ച്വലി ഞാൻ BTS ആർമിയാണ്, ഡൈ ഹാർട്ട് ഫാൻ. പിന്നെ ഒരു ആഗ്രഹമുണ്ട് ഈ ഫോൺ കേസൊക്കെ ഒരു ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് ഒക്കെ ചെയ്യാൻ. കുറച്ച് ചെയ്യട്ടെ, അതൊക്കെ സെറ്റാക്കണം. സെറ്റാക്കി തരൂല്ലേ? അല്ലേ? നമ്മളെന്ത് പറഞ്ഞാലും സെറ്റാക്കി തരും. വീട്ടിൽ പോയി വന്നിട്ട് പുറത്ത് പോയി വന്നിട്ട് കുറേ പണിയുണ്ട്. അടച്ചതാജി വർക്ക് ചെയ്യണം, കുറേ പണികളുണ്ട്. ആക്ച്വലി ഒരു ഹോം ടൂറൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തേക്ക് ചെയ്യുന്നില്ല. ആക്ച്വലി വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഈ വീടിന്ന് ചെയ്യുന്നില്ല. അപ്പം ചിലപ്പോൾ വിത്തിൻ 2 വീക്സിൽ വീട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണുള്ളത്. അപ്പം വീട് നമ്മൾ നോക്കിയിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടൗണിലോട്ടൊക്കെ മാറണമെന്നുണ്ട്. അപ്പം അപ്പോൾ പോവാണ്. പോകുന്നതിന് മുന്നെന്താ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. അയ്യോ, ഓഫ് ചെയ്തതാ. ഓക്കെ, ഓഫ് ചെയ്തു. ബാഗ് ഗ്യാസ് ഇരിക്കടാ. ഗ്യാസിന് ഇവിടെ കൂട്ടിൽ സെറ്റാക്കും. ലൈറ്റ് വേണം. ഓക്കെ. പിന്നെ ഈ റൂമിൽ ലൈറ്റ് വേണ്ട, ഇവിടെ ലൈറ്റ് വേണം. കുറച്ച് വെള്ളം കുടിക്കാം. ഇത് നമ്മളെ ഫ്രണ്ട് സൈഡ്. ഇവിടെ അധികം നേരം ഇരിക്കാൻ പറ്റില്ല, തെങ്ങുണ്ട്. തേങ്ങ പോയില്ലേ, അതുകൊണ്ട് നമ്മൾ പുറത്ത് അധികം നേരം നിൽക്കലില്ല. തേങ്ങ വീണാലെടുക്കും, അതൊന്നുമില്ല. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവനിനി കണ്ടോ, കണ്ടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യൂ. Come on. ലിഫ്റ്റ് തരുമോ? ഗൈസ്, ബട്ടറോഡ് ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാണ്. ഈ ബീച്ചിൽ വന്ന് മടുത്ത് ഒരാളാണ് ഞാൻ. പിന്നെയും കൂട്ടിയിട്ട് വരുന്നത്. കുറച്ചെങ്കിലും ഒരു മനസ്സാക്ഷി entering into this beach. ഗൈസ്, അപ്പുറത്തുള്ളതാണ് കടൽ, ഇപ്പുറത്ത് പോകുന്ന ചളിവെള്ളം. എന്നാൽ കടലിലൂടെ ഒരു റോഡ് ഇട്ട മാതിരി ഉണ്ട് അല്ലേ.
ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ആ തറ്റ വരെ പോകണമായിരുന്നു. പക്ഷേ നല്ല മനസ്സുള്ള ആളുകൾ ആയതുകൊണ്ട് നമ്മളെപ്പോലെ നടക്കാൻ മടിയുള്ള വയ്യാത്തവർക്ക് ഈ ഒരു വഴി ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതിലൊക്കെ ഫോണ് പോയാൽ പോയി. ദൈവമേ, മൊബൈലൊക്കെ നടന്നതെ സംഭവം ആൾക്കാർ കണ്ടില്ല. ഞാൻ പോയി കൊലപ്പം കർലക്ക അതവിടെ പോയി കുത്തിയിരുന്ന് തിന്നാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു, നിർബന്ധിച്ച് വാങ്ങിക്കുന്നതാണ്. ഇല്ലടോ, എവിടെ നമ്മുടെ ഇരിപ്പിടം? ഇവിടെയാണോ? അങ്ങനെ ഇവിടെ ഇരിക്കാം. സായം സന്ധ്യയിൽ എന്താ പാത്തോക്കുന്നത്? നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ വീട്ടിൽ കുറച്ച് ക്ലീനിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു, ഫ്രഷ് ആയിട്ട് വന്ന് ഇടയ്ക്കൊണ്ട് ആക്ച്വലി ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീട്ടിലെടുത്തിട്ടുള്ളൂ, കുറേ ഭാഗമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എനിക്കെല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയുള്ള ഓരോ വീഡിയോയിൽ മാക്സിമം ബെസ്റ്റ് കൊടുക്കാൻ നോക്കാം. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.